പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള 3-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുഹൃദയ തിരുനാൾ. ഇന്ന് നാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ പൊരുളറിഞ്ഞ അന്തരാർത്ഥങ്ങൾ ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ പൊരുളറിഞ്ഞാൽ 5 പ്രധാന അനുഗ്രഹങ്ങൾ നമുക്കും മനുഷ്യകുലത്തിനും മുഴുവനും വേണ്ടി സ്വന്തമാക്കാൻ കഴിയും. സകല അനുഗ്രഹങ്ങളുടെയും ഉറവയായ തിരുഹൃദയത്തിൽ നിന്നുള്ള ഈ 5 പ്രധാന അനുഗ്രഹങ്ങൾ നഷ്ടമാക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത് അനേകരോട് പങ്കുവയ്ക്കുകയും ചെയ്യാം. ഒന്നാമതായി, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഛായാചിത്രത്തിൽ കാണുന്ന അഗ്നിജ്വാലയുടെ അർത്ഥമെന്തെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതുവഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും. ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുന്ന അഗ്നിജ്വാല നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ഹൃദയത്തിന്റെ പ്രതീകമാണ്. നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് പ്രതിസ്നേഹം നൽകാൻ തക്കവിധം നമ്മളുടെ ഹൃദയങ്ങളെയും സ്നേഹത്താൽ ജ്വലിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദിവ്യ ഹൃദയത്തോടുള്ള ഭക്തിയിൽ വളരുന്നവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നി ജ്വലിക്കും. സകല മനുഷ്യരുടെയും ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമുക്ക് നൽകുന്ന 1-ാമത്തെ അനുഗ്രഹം ഇതാണ്: നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കും. നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശോയോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. നമ്മുടെ മാത്രമല്ല, സകല മനുഷ്യരുടെയും ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കാൻ വേണ്ട കൃപയരുളുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ഈശോയുടെ ദിവ്യഹൃദയത്തിലെ അഗ്നിജ്വാലയുടെ മധ്യേ കാണുന്ന കുരിശ്. ഈ കുരിശ് മാനവകുലത്തിനു വേണ്ടി മുഴുവനുമായി അങ്ങേറ്റെടുത്ത പീഡാസഹനവും കുരിശുമരണം ഇവയുടെ പ്രതീകമാണ്. അഗ്നിജ്വാലയുടെ മധ്യേ കാണുന്ന ഈ കുരിശിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തിലൂടെയും മരണോത്ഥാനത്തിലൂടെയും മാനവകുലത്തിന് മുഴുവൻ സംലഭ്യമാക്കുന്ന രക്ഷാകരമായ അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ കുരിശ് ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത. ഈശോയുടെ മരണോത്ഥാനത്തിന്റെ സൽഫലങ്ങൾ നമുക്കും സകലർക്കും സംലഭ്യമാകുന്നതിനുള്ള വലിയ അനുഗ്രഹം, കൃപ നമുക്ക് കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങാം. ഈ കുരിശിനെ കുറിച്ച് നാം നിരന്തരം ധ്യാനിക്കുകയും അനേകരോടത് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്കും സകല മനുഷ്യർക്കും ഈശോയുടെ പീഡാസഹനത്തിന്റെയും മരണോത്ഥാനത്തിന്റെയും സൽഫലങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. അങ്ങനെ യേശുവിന്റെ രക്ഷാകരമായ സാന്നിധ്യം ഇന്നിവിടെ അനുഭവിക്കുന്നതിനിടയാകും. മൂന്നാമതായി, ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് ചുറ്റും കാണുന്ന മുൾവലയം. നമ്മുടെ പാപങ്ങൾ ഈശോയുടെ ദിവ്യ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന പാപമുള്ളുകളാലുള്ള മുറിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ഈശോയുടെ കൈകാലുകളിലെ മുറിവുകളും തിരുശിരസിലെ മുൾക്കിരീടവും കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുപോയി. അപ്പോൾ തിരുഹൃദയത്തിന് ചുറ്റുമുള്ള മുൾവലയം എനിക്ക് കാണിച്ചു തന്നിട്ട് ഈശോ എന്നോട് പറഞ്ഞു, മകളെ, എന്റെ ശത്രുക്കൾ എന്റെ കൈകാലുകളിലാണ് ആണികൾ തറച്ചു കയറ്റിയത്, എന്റെ ശിരസിലാണ് അവർ മുൾക്കിരീടം ധരിപ്പിച്ചത്. എന്നാൽ എന്റെ ആത്മമിത്രങ്ങൾ എന്റെ ശിരസിലോ കൈകാലുകളിലോ അല്ല, എന്റെ മൃദുല ഹൃദയത്തിലാണ് കൂരിരുമ്പാണികൾ തുളച്ചു കയറ്റുന്നത്. യേശുവിന്റെ സ്നേഹിതർ അവരുടെ പാപത്താൽ ഈശോയുടെ മൃദുല ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന വേദനയാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഛായാചിത്രത്തിലെ ആ ഹൃദയത്തിന് ചുറ്റും കാണുന്ന മുൾവലയം സൂചിപ്പിക്കുന്നത്. ഈ മുൾവലയത്തെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കുന്നവർക്ക് മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ അനുഗ്രഹം ലഭിക്കും, കൃപ ലഭിക്കും. ഒരിക്കൽ ഒരു യുവാവ് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുദിനം നിരവധി പാപങ്ങൾ ചെയ്തു പോകുന്നു. ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പേപ്പറിൽ പ്രിന്റ് ചെയ്ത ഒരു പടം അവന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഈ തിരുഹൃദയത്തിന്റെ പടം ഞാൻ നിനക്ക് നൽകുന്നു. ഓരോ പാപവും ചെയ്യുമ്പോൾ
ഈ പടത്തിൽ ഒരു മൊട്ടുസൂചി കൊണ്ട് ഒരു കുത്തിടണം. 2 ആഴ്ച കഴിയുമ്പോൾ ഈ പടവും കൊണ്ട് എൻ്റെ അടുക്കൽ വരണം. അവൻ സമ്മതിച്ചിട്ട് ആ പടവും വാങ്ങിക്കൊണ്ട് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ആ പടവും കാണിച്ചിട്ട് പറയുകയാണ്, സിസ്റ്റർ 2 ആഴ്ച കഴിഞ്ഞ് വരാനല്ലേ എന്നോട് പറഞ്ഞത്? 3 ദിവസമേ ആയുള്ളൂ. പക്ഷേ ഈ പടത്തിൽ ഇനി കുത്തിടാൻ സ്ഥലമില്ല. അത്രത്തോളം എൻ്റെ പാപമാകുന്ന ആണികളാൽ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകൾ കൊണ്ട് നിറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിനെ ജയിക്കാൻ ഒരു മാർഗമുണ്ട്. ഈശോയുടെ ദിവ്യഹൃദയത്തിന് ഏൽപ്പിച്ച വേദനയെ ഓർത്ത് തമ്പുരാനോട് മാപ്പപേക്ഷിച്ച് നല്ലൊരു കുമ്പസാരം നടത്തുക. എന്നിട്ട് ഈശോ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കണം. വർണ്ണ കടലാസുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ പൂക്കൾ അവന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോനെ, പാപം ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപം ചെയ്യാതെ പകരം ഈ ഒരു ചെറിയ പുഷ്പം ആ പടത്തിൽ ഒട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് ഈ പടവും കൊണ്ട് 1 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ അടുക്കൽ വരണം. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വലിയ സന്തോഷത്തോടെ ആ പടവുമായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, നോക്കിയേ, ഈശോയുടെ തിരുഹൃദയം മുഴുവൻ ഈ പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായി ഞാൻ അലങ്കരിച്ചു. ഇനി ഞാൻ ഈശോയ്ക്കെതിരെ പാപം ചെയ്യില്ല, പകരം പുണ്യങ്ങൾ കൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ഞാൻ അലങ്കരിക്കും. പ്രിയമുള്ളവരെ, ഈ തിരുഹൃദയ തിരുനാളില് ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റുമുള്ള മുൾവലയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ചോദിച്ചു വാങ്ങാം. നാം മാത്രമല്ല, സകല മനുഷ്യർക്കും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നൽകാനും പകരം പുണ്യങ്ങൾ കൊണ്ട് ഈശോയുടെ ദിവ്യഹൃദയത്തെ അലങ്കരിക്കാനുള്ള കൃപ നൽകാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുഹൃദയ തിരുനാൾ നമുക്ക് ഇപ്രകാരം ഒരു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. പാപമുള്ളുകൾ കൊണ്ട് കർത്താവിൻ്റെ മൃദുല ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാതെ പകരം പുണ്യങ്ങളാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെ അലങ്കരിക്കുവാൻ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമാകും, അനേകർക്ക് അനുഗ്രഹമാകും. 4-മതായി, പടയാളികളിൽ ഒരുവൻ യേശുവിൻ്റെ തിരുവിലാവിലേൽപ്പിച്ച കുന്തത്താലുള്ള മുറിവ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതായത് ഈശോയുടെ അവസാന തുള്ളി രക്തം വരെയും ഈശോ നമുക്കായി ചിന്തി. പടയാളികളിൽ ഒരുവൻ ഈശോയുടെ തിരുവിലാവിലേൽപ്പിച്ച മുറിവിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവേ, അങ്ങയുടെ അവസാന തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചിന്തി. ഞങ്ങളുടെ അവസാന തുള്ളി രക്തം വരെയും അങ്ങയ്ക്ക് വേണ്ടി ചിന്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അങ്ങയുടെ തിരുനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കാനുള്ള കൃപ നൽകിയാലും കർത്താവേ, എനിക്ക് മാത്രമല്ല സകല മനുഷ്യർക്കും ഇപ്രകാരം അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ധ്യാനപൂർവം നമുക്ക് ഈ ആഗ്രഹം കർത്താവിനെ അറിയിക്കാം. 5-മതായി, കുന്തത്താൽ തുറക്കപ്പെട്ട ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സഭയെയും സഭയുടെ കൂദാശകളെയും സൂചിപ്പിക്കുന്നു. തിരുരക്തം സഭയുടെ ഉറവിടവും സ്രോതസ്സുമായ പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. വെള്ളം മാമോദീസായെ സൂചിപ്പിക്കുന്നു, അതേസമയം പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ജലത്താലും ആത്മാവിനാലുമുള്ള സ്നാനമാണല്ലോ മാമോദീസ. അപ്പോൾ ഈശോയുടെ തുറക്കപ്പെട്ട വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സഭയെയും സഭയുടെ കൂദാശകളെയും സൂചിപ്പിക്കുന്നു. കൂദാശകൾ പരികർമ്മം ചെയ്യാൻ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെയും. ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്, ഈശോയുടെ തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അനുഗ്രഹ പ്രവാഹത്തിനായി കൈത്തോടുകൾ വെട്ടിവെക്കാൻ സഭയിലൂടെയും സഭയുടെ കൂദാശകളിലൂടെയും നമ്മിലേക്ക് പ്രവഹിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയുടെ നീർച്ചാലുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പൊരുളറിയാൻ ഈ 5 അർത്ഥതലങ്ങളും നാം ധ്യാനിക്കണം. തിരുഹൃദയത്തിലെ അഗ്നിജ്വാല
സൂചിപ്പിക്കുന്ന ആ സ്നേഹജ്വാല, നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നിച്ചൂളയായ ഈശോയുടെ ദിവ്യഹൃദയം. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുക വഴി നമ്മുടെ ഹൃദയങ്ങൾ, സകലരുടെയും ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ജ്വലിക്കണം. അതിനുള്ള കൃപ ലഭിക്കണം. അഗ്നിജ്വാലയ്ക്ക് നടുവിൽ കാണുന്ന കുരിശ് മനുഷ്യകുലത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച പീഡാസഹനവും കുരിശു മരണവും, അവിടുത്തെ പീഡാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവ്യനാഥൻ തൻ്റെ അനുഗ്രഹ പ്രവാഹങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നു. യേശുവിൻ്റെ മരണോത്ഥാനത്തിൻ്റെ സൽഫലങ്ങൾ സകല ജനത്തിനും സംലഭ്യമാക്കുവാൻ ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുക വഴി വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈശോയുടെ ദിവ്യഹൃദയത്തിന് ചുറ്റും കാണുന്ന മുൾവലയം മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പാപം യേശുവിൻ്റെ മൃദുല ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ. അവയെക്കുറിച്ച് ധ്യാനിക്കുക വഴി പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ നിറയുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യും. നമുക്ക് മാത്രമല്ല, മനുഷ്യകുലത്തിന് മുഴുവനും ഈ കൃപ ലഭിക്കണം. തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും ഈശോ തൻ്റെ ജീവനും അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്കായി ചിന്തി. രക്തവും വെള്ളവും വേറിട്ടൊഴുകിയത് ശാസ്ത്രീയമായി പറഞ്ഞാൽ യേശു മരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അതിൻ്റെ അന്തരാർത്ഥം, ആധ്യാത്മികമായ അർത്ഥം, ഈശോയുടെ ജീവനും അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തി. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് ഈശോയ്ക്കു വേണ്ടി ജീവിക്കാനും നമ്മുടെയും അവസാന തുള്ളി രക്തം വരെയും ഈശോയ്ക്കു വേണ്ടി ചിന്തുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിക്കാനുള്ള കൃപ ലഭിക്കും. കുന്തത്താൽ തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സഭയിലൂടെ, സഭയുടെ കൂദാശകളിലൂടെ മനുഷ്യകുലത്തിന് മുഴുവൻ ലഭിക്കുന്ന അനുഗ്രഹ പ്രവാഹത്തെയാണ് കാണിക്കുന്നത്. ഈ അനുഗ്രഹ പ്രവാഹത്തിൽ സകലരെയും പങ്കാളികളാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യേശുവിലുള്ള വിശ്വാസത്തിലൂടെ, സഭാത്മകമായ ജീവിതത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ സ്വർഗീയമായ എല്ലാ നൽവരങ്ങളും പ്രാപിക്കുവാൻ ദൈവം അനുഗ്രഹം ചെയ്യട്ടെ. സകല അനുഗ്രഹങ്ങളുടെയും ഉറവയായ തിരുഹൃദയത്തിൻ്റെ അന്തരാർത്ഥം നിരന്തരം ധ്യാനിച്ചറിയാനും അതുവഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകുവാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് മാത്രമല്ല, സകല മനുഷ്യരെയും ഈ അനുഗ്രഹങ്ങളിൽ പങ്കാളികളാക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.